അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ മേലൊക്കെ കഴിയുമെന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐനൂസ് നഴ്സറി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ ഉച്ചക്ക് തന്നെ തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം തുണികൾ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കയ്യോടെ അങ്ങോട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ കസാരയിൽ ഇട്ടിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇട്ട് മടക്കി വെക്കാറുള്ളത്. പക്ഷേ ഇതൊട്ടും ഇടാൻ പറ്റാത്ത അത്രയും തുണികളുകൊണ്ടിട്ട് ഞാൻ കയ്യോടെ അങ്ങോട്ട് മടക്കി വെക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നതും പുറത്തിരുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരത് തരം തിരിച്ച് വെക്കുന്നുണ്ട്. ഇക്കാക്കടത് പിന്നെ അലമാരി തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാക്കയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ഒറ്റ ഇതിൽ തന്നെ വെച്ചാൽ മതിയല്ലോ വീട്ടിലിരുന്നത് പുറത്തിരുന്നതൊക്കെ. പക്ഷേ എൻ്റെ ഐനൂസിനും വീട്ടിലിരുന്നത് കൊട്ടയിലാണ് വെക്കുന്നത്. എനിക്കും ഐനൂസിനും ഡ്രസ്സ് ഒരുപാടുണ്ട് കേട്ടോ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൊട്ടയിലാക്കിയിട്ട് ഞാൻ ഐനൂസിന് നേരെ മേലൊക്കെ കഴിച്ചൊന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഐനൂസിന് ചെറുതായിട്ടൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തല മാക്സിമം ഒന്ന് അണക്കാണ്ട് കേട്ടോ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഐനൂസിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ മുന്നേ താമസിച്ച വീടിൻ്റെ അടുത്ത് കുറച്ച് അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും വന്ന് അവർക്കും ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് പിക്കാക്കട വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉമ്മി ഇതേ ഓറഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐനൂസിന് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പയാണെങ്കിൽ ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും പോസ്റ്റാണ്. ഉമ്മി അടക്കളയിൽ നല്ല പണിയിലാണ്. അങ്ങനെ നമ്മുടെ ഐനൂസിന് ഇതാ വീണ്ടും ഓറഞ്ചൊക്കെ എടുത്ത് ഉമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മി ഇതേ ദോശയൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട് പപ്പാക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പപ്പ എൻ്റെ അടുത്ത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയപ്പോഴാണ് ആൾ ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മുടെ ഐനൂസ് ഇതേ ഓറഞ്ചൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവളെ പറ്റിക്കാൻ എളുപ്പമാണ് കേട്ടോ. കാരണം ഇവൾ നമ്മളതിൽ ഇതിൻ്റെ തോല് വിളിക്കാൻ തരും. അപ്പോൾ നമുക്ക് ഇതിന് പകുതിയൊക്കെ അടിച്ച് മാറ്റാം. അവൾ കാണാണ്ട് അടിച്ച് മാറ്റിയാൽ കുഴപ്പമില്ല കേട്ടോ. അവൾ കണ്ട് കഴിഞ്ഞാൽ ഇവളെ കീറിപ്പൊളിക്കും. ഈ വീടൊക്കെ കുലുക്കി മറിക്കും കേട്ടോ അവള്. അങ്ങനെ നമ്മുടെ ഓറഞ്ചൊക്കെ ഞാനെടുത്ത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമേ ഉമ്മി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവളുടെ അടിച്ചു മാറ്റി കഴിക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മി ABCD ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആപ്പിളും പിന്നെ എന്തൊക്കെ ഇട്ടിട്ടാട്ടോ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഉമ്മി അതൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം ആപ്പിൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരെണ്ണം അവൾക്കും കൊടുത്തു, ഒരെണ്ണം ഞാനും കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഐനൂസ് എന്തോ ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതി പഠിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഐനൂസ് അവിടെ എത്തി നോക്കണ്ടായിരുന്നു. പിന്നെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ABCD ജ്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐനൂസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ നിൽക്കാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് അവിടെ നിന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ചെറുതായിട്ടൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണം. നമ്മൾ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. അവിടെ ചെന്നപ്പോൾ മോരറിയും ചിക്കൻ കറിയും